നിങ്ങൾ ഒരു ഉയർന്ന മൂല്യമുള്ള പുരുഷനെ സ്ത്രീകൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഉയർന്ന മൂല്യമുള്ള പുരുഷൻ സ്ത്രീകളെ ആകർഷിക്കുന്നത് നല്ല സൗഹൃദം, രൂപം അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടല്ല, അവരുടെ ഉള്ളിലെ നല്ല ഗുണങ്ങൾ കൊണ്ടാണ്. ഈ ഗുണങ്ങൾ അവരെ ഇഷ്ടപ്പെടുത്തുക മാത്രമല്ല, സ്ത്രീകളെ വീണ്ടും തിരിച്ചുവരാൻ പ്രേരിപ്പിക്കുന്നു. ഉയർന്ന മൂല്യമുള്ള പുരുഷൻ വലിയ വികാരങ്ങൾക്ക് വശമാകുന്നില്ല. അവർക്ക് തങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നോക്കാനും അറിയാം. ഇത് അവരുടെ ഉള്ളിലെ ബലത്തെ കാണിക്കുന്നു. സ്ഥിരതയും ആത്മവിശ്വാസവും കാണിക്കുന്നു. ഇന്ന് ഉയർന്ന മൂല്യമുള്ള പുരുഷന്റെ 5 നല്ല ഗുണങ്ങൾ പറയാം. ഇത് മനസ്സിലാക്കിയാൽ സ്ത്രീകളാൽ ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതുമായ പുരുഷനാകാം. നിങ്ങൾ എല്ലാ സ്ത്രീകളെയും ആകർഷിക്കും. തുടങ്ങുന്നതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളെ സ്വയം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നല്ല വീഡിയോകൾക്കായി ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ശ്രദ്ധിക്കൂ. തുടങ്ങാം. 1. അവളുടെ ശ്രദ്ധ തേടുന്നില്ല. ബന്ധങ്ങളിൽ ഇത് എങ്ങനെ പ്രയോഗിക്കാം എന്ന് ഒരു ഉദാഹരണം നോക്കൂ. 2 പേർ. ആദ്യത്തേത് സ്ത്രീയെ എപ്പോഴും മെസ്സേജ് ചെയ്ത് അവളുടെ ദിവസം, പ്ലാൻസ് എന്നിവ ചോദിക്കുന്നു. രണ്ടാമത്തേത് തന്റെ ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കുന്നു. കുറച്ചു തവണ മാത്രം, പക്ഷേ നല്ല രീതിയിൽ ബന്ധപ്പെടുന്നു. ആരാണ് അവളുടെ ശ്രദ്ധ കൂടുതൽ പിടിക്കുന്നത്? രണ്ടാമത്തേത്. ശ്രദ്ധയ്ക്ക് വേണ്ടി പിന്നാലെ പോകാത്തവൻ. ശാന്തതയും സ്വയം മതിയാകലും പ്രധാനമാണ്. ഒരു മനുഷ്യൻ ഇത് സ്വീകരിക്കുമ്പോൾ സ്ത്രീയുടെ ശ്രദ്ധയിലൂടെ ബാഹ്യസ്ഥിരീകരണം തേടുന്നില്ല, അവൻ തന്റെ മൂല്യത്തിൽ സുരക്ഷിതനാണ്. ശാന്തവും സ്ഥിരവുമായ സാന്നിധ്യം നല്ലതാണ്. സ്ത്രീകൾ ആത്മവിശ്വാസമുള്ളതും സ്വതന്ത്രരുമായവരെ ഇഷ്ടപ്പെടുന്നു. ഇത് സ്ഥിരവും സന്തോഷകരവുമായ ബന്ധത്തിന് സഹായിക്കുന്ന പങ്കാളിയെ കാണിക്കുന്നു. യഥാർത്ഥ ആകർഷണം ആത്മവിശ്വാസത്തിലും വികാര സ്വാതന്ത്ര്യത്തിലും നിന്നാണ്. ഉയർന്ന മൂല്യമുള്ള വ്യക്തി അറിയുന്നു, സ്ത്രീയുമായുള്ള ബന്ധം വളരാതിരുന്നാൽ അത് തന്റെ പരാജയമല്ല, പൊരുത്തം പ്രധാനമാണ്. പരസ്പര ബഹുമാനവും താൽപ്പര്യവും ഉള്ളവരെ കണ്ടെത്തുന്നതാണ് നല്ലത്. സ്ത്രീയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പോരാടാത്തത് ഒരു തന്ത്രമല്ല, അത് ഉള്ളിലെ സ്ഥിരതയും മൂല്യവും കാണിക്കുന്നു. ഇത് അവരെ കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നു. നല്ലതും യഥാർത്ഥവുമായ ബന്ധങ്ങൾക്ക് കാരണമാകുന്നു. തന്നെ വികസിപ്പിക്കുന്നതിലും ശാന്തമായ ആത്മവിശ്വാസത്തിലും ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ അവൻ അതിനെ ഇഷ്ടപ്പെടുന്ന പങ്കാളിയെ ആകർഷിക്കും. 2. അവളെ യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു. ആരെയെങ്കിലും യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് ബഹുമാനത്തിന്റെയും അഭിനന്ദനത്തിന്റെയും നല്ല പ്രകടനമാണ്. മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളും സംഭാവനകളും അംഗീകരിക്കുന്നത്. ഇത് പരസ്പര ബഹുമാനം വർദ്ധിപ്പിക്കുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. ഉയർന്ന മൂല്യമുള്ള പുരുഷൻ ഇത് മനസ്സിലാക്കി സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ചെയ്യുന്നു. സ്ത്രീയെ നല്ലതായി അനുഭവിപ്പിക്കുന്നത് ശൂന്യമായ സ്തുതി അല്ല, അത് അവളുടെ ഗുണങ്ങളുടെ യഥാർത്ഥ അംഗീകാരമാണ്. ഉദാഹരണം, ജോലിയിൽ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ബുദ്ധി അംഗീകരിക്കുക. ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അവളുടെ ദയ അല്ലെങ്കിൽ ചർച്ചകളിലെ അവളുടെ പുതിയ കാഴ്ചപ്പാട്. ഈ അംഗീകാരങ്ങൾ അവളെ കാണപ്പെടുന്നതും മൂല്യമുള്ളതുമായി തോന്നിപ്പിക്കുന്നു. ഉദാഹരണം, നിങ്ങൾ ഏറ്റവും സുന്ദരിയാണ് എന്ന പൊതുസ്തുതി വിശ്വസിക്കാൻ പ്രയാസമാണ്. പകരം ആ സാഹചര്യം നല്ല രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബികൾക്കുള്ള താൽപ്പര്യം പ്രചോദനമാണ് എന്ന് പറയുക. ഇത് നിങ്ങൾ അവളെ ശ്രദ്ധിക്കുന്നു എന്ന് കാണിക്കുന്നു. ബന്ധങ്ങളിൽ യഥാർത്ഥതയും നല്ല ഇടപഴകലും പ്രധാനമാണ്. യഥാർത്ഥ സ്തുതികളിലൂടെ അവൾക്കുള്ള നല്ല ഗുണങ്ങളും ബലങ്ങളും മൂല്യമുള്ളതായി കാണുന്നു. നല്ല സ്വഭാവവും ഗുണങ്ങളും പ്രധാനമാണ്. സ്ത്രീയെ പിന്തുണയ്ക്കുന്നതും ഉയർത്തിപ്പിടിക്കുന്നതും അവന്റെ സ്വഭാവവും നല്ലതും കാണിക്കുന്നു. അവളുടെ നേട്ടങ്ങളും ഗുണങ്ങളും ആഘോഷിക്കുമ്പോൾ അവളുടെ സ്വയം മൂല്യം വർദ്ധിക്കുന്നു. പരസ്പര ബഹുമാനത്തിനും അഭിനന്ദനത്തിനും അധിഷ്ഠിതമായ ബന്ധം വളരുന്നു. ഇത് നല്ല ചക്രം സൃഷ്ടിക്കുന്നു. 2 പേരും പ്രോത്സാഹിതരാകുന്നു. ശക്തവും ദൃഢവുമായ ബന്ധത്തിലേക്ക് പോകുന്നു. യഥാർത്ഥവും പ്രത്യേകവുമായ അംഗീകാരങ്ങൾ സ്ത്രീയെ നല്ലതായി തോന്നിപ്പിക്കുന്നു. ബന്ധത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നു. യഥാർത്ഥ അഭിനന്ദനത്തിലും പരസ്പര നല്ല ഗുണങ്ങളുടെ ബഹുമാനത്തിലും ബന്ധങ്ങൾ. 3. ആത്മവിശ്വാസവും സ്വയം ഉറപ്പും സ്വീകരിക്കുന്നു. ഒരു സാധാരണ സാഹചര്യം നോക്കൂ. നിങ്ങൾ ഒരു പാർട്ടിയിലാണ്. അകലെ ഒരു നല്ല സ്ത്രീ. നിങ്ങൾ അവളെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ സംസാരിക്കാൻ മടി. ഉയർന്ന മൂല്യമുള്ള പുരുഷൻ തന്റെ മൂല്യത്തിൽ ഉറച്ചുനിന്ന് നിരസിക്കപ്പെടുമോ എന്ന ഭയമില്ലാതെ അവളോട് സമീപിക്കും. ഈ ഉറപ്പ് നല്ലതാണ്. തന്നെ അറിയുന്നതിന്റെ പ്രാധാന്യം. പുറത്തെ കാര്യങ്ങൾക്ക് സമന്വയം നിലനിർത്തുക. സ്വയം അറിവും ബലവും പ്രധാനമാണ്. സാമൂഹിക ഇടപഴകലിൽ നല്ലതാണ്.
ആത്മവിശ്വാസമുള്ള പുരുഷൻ തന്റെ നല്ലതും പോരായ്മകളും അറിയുന്നു. ഇവ രണ്ടും അഹങ്കാരമോ ലജ്ജയോ ഇല്ലാതെ സ്വീകരിക്കുന്നു. ഈ സന്തുലനം അവനെ സമീപിക്കാൻ എളുപ്പമാക്കുന്നു, ഇഷ്ടപ്പെടുത്തുന്നു. അവൻ അഹങ്കാരിയല്ല, താൻ തന്നെ നിന്ദിക്കുന്നവനല്ല. അവൻ അവളോട് സംസാരിക്കാൻ പോകുന്നത് എന്തെങ്കിലും തെളിയിക്കാൻ അല്ല, യഥാർത്ഥത്തിൽ ബന്ധപ്പെടാൻ. ഉദാഹരണം, പാർട്ടിയിൽ അവളെ കണ്ട് ചിലത് നമ്മുടെ കയ്യിലാണ്, മറ്റുള്ളവ അല്ല എന്ന് ഓർക്കുന്നു. അവന്റെ സമീപനം കയ്യിലാണ്, അവളുടെ ഉത്തരത്തിൽ അല്ല. ഈ ചിന്തയോടെ ശാന്തമായി ആത്മവിശ്വാസത്തോടെ പോകുന്നു. എന്ത് സംഭവിച്ചാലും നേരിടാൻ തയ്യാറാണ്. അവൾ സ്വീകരിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ സമന്വയത്തോടെ മുന്നോട്ട്. നിരസിക്കൽ അവന്റെ മൂല്യം കുറയ്ക്കുന്നില്ല. സ്ത്രീകൾ ഈ ആത്മവിശ്വാസത്തെ ഇഷ്ടപ്പെടുന്നു. സുരക്ഷിതവും സ്ഥിരവുമായ പങ്കാളിയെ കാണിക്കുന്നു. നല്ല ബന്ധത്തിന് സഹായിക്കുന്നു. ആത്മവിശ്വാസമുള്ള പുരുഷൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നില്ല, തന്റെ പ്രവൃത്തികളിലൂടെയും ചിന്തകളിലൂടെയും അത് കണ്ടെത്തുന്നു. ഇത് അവനെ നല്ല റൊമാന്റിക് പങ്കാളിയാക്കുന്നു. ബലമുള്ളതും വിശ്വസനീയവുമായ വ്യക്തിയാക്കുന്നു. തന്റെ ഐഡന്റിറ്റിയിൽ ആത്മവിശ്വാസവും സുരക്ഷയും സ്വീകരിക്കുന്നത് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താനോ നിരസിക്കൽ ഒഴിവാക്കാനോ മാത്രമല്ല, തന്റെ യഥാർത്ഥ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കുന്നതാണ്. ഈ യഥാർത്ഥതയും സമന്വയവും സ്ത്രീകളെ ആകർഷിക്കുന്നു. അവന്റെ സംസാരങ്ങളും ബന്ധങ്ങളും നല്ലതാക്കുന്നു. സൗമ്യതയോടെയും ബലത്തോടെയും ജീവിതം കടന്നുപോകാൻ സഹായിക്കുന്നു. 4. അവളെ രാജ്ഞിയായല്ല, തുല്യയായി കാണുന്നു. ആദ്യം അത്ഭുതമായി തോന്നാം. പക്ഷേ ബന്ധത്തിൽ യഥാർത്ഥ ബഹുമാനം വരുന്നത് പരസ്പരം തുല്യരായി കാണുന്നതിലൂടെയാണ്. ഒരാളെ മുകളിൽ ഉയർത്തുന്നതല്ല, എല്ലാവരെയും ശേഷിയുള്ളവരായും ബഹുമാനത്തിന് അർഹരായവരായും കാണുക. അമിത ഉയർത്തലോ വ്യത്യാസമോ ഇല്ല. ഉയർന്ന മൂല്യമുള്ള പുരുഷൻ ഇത് മനസ്സിലാക്കുന്നു. സ്ത്രീയെ രാജ്ഞിയായി കാണുന്നത് തെറ്റായ ഫലം നൽകാം. സ്ത്രീകൾ പുരുഷന്മാരെപ്പോലെ അവരുടെ ബലങ്ങളും ശേഷികളും ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അമിതമായി ആരാധിക്കപ്പെടുന്നതോ പരിപാലിക്കപ്പെടുന്നതോ അല്ല. അവർ ജീവിത പ്രശ്നങ്ങൾ ഒരുമിച്ച് നേരിട്ട ശേഷിയുള്ള പങ്കാളികളായി കാണപ്പെടാൻ വേണം. ഉദാഹരണം, ഒരു ദമ്പതികൾ വീട് റിപ്പയർ ചെയ്യുന്നു. പുരുഷൻ സ്ത്രീയുടെ സഹായം എപ്പോഴും വേണം, ടൂളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയാൽ അത് അപമാനമാണ്. അവളുടെ പങ്കിനെ കുറയ്ക്കുന്നു. പകരം അവളുടെ ശേഷികളെ അംഗീകരിച്ച് പൂർണ്ണ പങ്കാളിയായി കാണുന്നത് നല്ല ബന്ധം സൃഷ്ടിക്കുന്നു. എല്ലാവർക്കും ബുദ്ധിയും നല്ല ഗുണങ്ങളുമുണ്ട്. അതിനാൽ സ്ത്രീയും പുരുഷനെപ്പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളവളാണ്. അവളെ തുല്യയായി കാണുന്നത് നല്ല മനസ്സിലാക്കലാണ്. നല്ല ഗുണങ്ങളും ബുദ്ധിയും ലിംഗത്തിന് അനുസരിച്ചല്ല, മനുഷ്യഗുണമാണ്. വ്യക്തമാക്കാം, സ്ത്രീയെ തുല്യയായി കാണുന്നത് ദയോ പരിഗണനയോ മറക്കുന്നില്ല, അത് അവളെ പൂർണ്ണ പങ്കാളിയായി കാണുന്നു. അവളുടെ ചിന്തകളും ബലങ്ങളും ദൗർബല്യങ്ങളും ഉള്ളവളായി താൻ കാണപ്പെടുന്നതുപോലെ. ഈ പരസ്പര ബഹുമാനമാണ് പല സ്ത്രീകൾക്കും വേണ്ടത്. അകലെ നിന്ന് രക്ഷിക്കപ്പെടാനോ ആരാധിക്കപ്പെടാനോ അല്ല, യഥാർത്ഥത്തിൽ ഏർപ്പെട്ട് ബഹുമാനത്തോടെ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ഭാഗമായി. അതിനാൽ ഉയർന്ന മൂല്യമുള്ള പുരുഷൻ സ്ത്രീയെ ദുർബല രാജ്ഞിയോ ദുരിത സ്ത്രീയോ ആയല്ല, തുല്യയായി കാണുന്നു. നല്ല മൂല്യങ്ങളുമായി ചേരുന്നു. ആഴമുള്ള യഥാർത്ഥ ബന്ധം വളർത്തുന്നു. 5. യഥാർത്ഥമായി കേൾക്കുന്നതിലൂടെ ആഴത്തിൽ ഏർപ്പെടുന്നു. പുരുഷൻ സ്ത്രീയെ നന്നായി കേൾക്കുമ്പോൾ വാക്കുകൾ മാത്രം അല്ല, അവളുടെ വികാരങ്ങൾ, ചിന്തകൾ, ഇവയൊക്കെ. ഈ കേൾവി അവളെ മൂല്യമുള്ളവളാക്കുന്നു. അവൾക്ക് പൂർണ്ണമായി പറയാൻ സ്പേസും ബഹുമാനവും നൽകുന്നു. തടസ്സമോ വിധിയോ ഇല്ല. ഈ യഥാർത്ഥ ശ്രദ്ധയാണ് പല സ്ത്രീകൾക്കും പങ്കാളിയിൽ വേണ്ടത്. കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും അഭിനന്ദിക്കുന്നതുമായവൻ. ഒരു ദമ്പതികൾ ഭാവി പ്ലാൻസ് പറയുന്നു. പുരുഷൻ നന്നായി കേൾക്കുമ്പോൾ വാക്കുകളോട് തലയാട്ടുന്നു, നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവളുടെ വികാരങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയുന്നു. ഇത് അവളെ മൂല്യമുള്ളതും മനസ്സിലാക്കപ്പെട്ടതുമായി തോന്നിപ്പിക്കുന്നു. വിശ്വാസവും പരസ്പര ബഹുമാനവും കെട്ടിപ്പടുക്കുന്നു. ദീർഘകാല ബന്ധത്തിന് വേണ്ടത് നല്ല ആശയവിനിമയം, വിവരങ്ങൾ കൈമാറ്റം മാത്രമല്ല, മറ്റുള്ളവരുമായി ആഴത്തിൽ ബന്ധപ്പെടലാണ്. ശ്രദ്ധയോടെയും പരിഗണനയോടെയും കേൾക്കുമ്പോൾ തന്റെ കാഴ്ചപ്പാടിൽ മാത്രമല്ല, പങ്കാളിയുടെ ചിന്തകളിലും വികാരങ്ങളിലും താൽപ്പര്യമുണ്ട് എന്ന് കാണിക്കുന്നു. ഈ ഗുണം അവനെ നല്ല പങ്കാളിയാക്കുന്നു. കണ്ണുകളും ഹൃദയവും കൊണ്ട് കേൾക്കൽ, സാന്നിധ്യവും ശ്രദ്ധയും വളർത്തുന്നു. മറ്റൊരാളെ യഥാർത്ഥത്തിൽ കാണപ്പെട്ടതും കേൾക്കപ്പെട്ടതുമായി തോന്നിപ്പിക്കുന്നു. ഈ നല്ല കേൾവി സംസാരങ്ങളെ നല്ല ബന്ധങ്ങളാക്കി മാറ്റുന്നു. വ്യക്തികൾക്കിടയിലുള്ള ബന്ധങ്ങളെ ബലപ്പെടുത്തുന്നു. മനുഷ്യനെ കേൾവിക്കാരനാക്കുന്നില്ല, വിലമതിക്കപ്പെട്ട സുഹൃത്താക്കുന്നു. നല്ല കേൾവി തന്റെ നല്ല ഗുണങ്ങളെ മെച്ചപ്പെടുത്തുന്നു. പങ്കാളിയായി കൂടുതൽ ഇഷ്ടപ്പെടുന്നതാക്കുന്നു.
ഈ ബന്ധം അവൻ സംസാരത്തിൽ മാത്രം പങ്കെടുക്കുന്നില്ല, പങ്കാളിയുടെ ലോകത്തെ മനസ്സിലാക്കാനും മൂല്യമുള്ളതാക്കാനും ശ്രമിക്കുന്നു. അവരുടെ ബന്ധത്തെ ആഴമാക്കുന്നു. ഒരുമിച്ചുള്ള ജീവിതത്തെ നല്ലതാക്കുന്നു. ഓർക്കുക, ഈ ഗുണങ്ങൾ വളർത്താൻ സമയവും ശ്രദ്ധയും വേണം. നിങ്ങളുടെ വളർച്ചയും ബന്ധങ്ങളും നല്ലതാക്കുന്ന ഗുണങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. സ്വയം മെച്ചപ്പെടുത്തൽ ഒരു പ്രക്രിയയാണ്. ഈ ഐഡിയകൾ നല്ലതാണെന്ന് തോന്നിയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ചിന്തകൾ പറയൂ. അല്ലെങ്കിൽ ഞാൻ ഉയർന്ന മൂല്യമുള്ള മനുഷ്യനാണ് എന്ന് പറയൂ. വളർച്ചയോടുള്ള നിങ്ങളുടെ പ്രതിജ്ഞ ചെയ്യാൻ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ ചർച്ചകളെ സജീവമാക്കുന്നു. പോകുന്നതിനു മുമ്പ് ഈ വീഡിയോ നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി. ഈ ഐഡിയകൾക്ക് പ്രയോജനം കിട്ടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ഉയർന്ന മൂല്യമുള്ളവരാകുന്നതിനെക്കുറിച്ച് പറയൂ. സ്ക്രീനിൽ നിർദ്ദേശിക്കുന്ന വീഡിയോ ഇപ്പോൾ നോക്കൂ. കൂടുതൽ നല്ല ടിപ്സിന് മികച്ച നിങ്ങളാകാൻ തുടരൂ. അടുത്ത തവണ വരെ ആത്മവിശ്വാസം നിലനിർത്തൂ.